ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് അവിടെ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ജയിൽ ചാടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു സൗമ്യ വധക്കേസ്. ട്രെയിൻ യാത്രക്കിടെ ബലാത്സംഗത്തിനിരയാവുകയും ഏതാണ്ട് 5 ദിവസത്തോളം മരണത്തോട് മല്ലടിച്ച ശേഷം ഒടുവിൽ ജീവൻ വെടിയുകയുമായിരുന്നു സൗമ്യ ചെയ്തത്. അതിനുശേഷമാണ് 2011 ഫെബ്രുവരി 1-ന് 2022 ഒക്ടോബറിൽ ഗോവിന്ദസ്വാമിയുടെ ശിക്ഷാ കാലാവധി അവസാനിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. കൊലപാതകം നടന്ന് 10 വർഷം കഴിയുമ്പോഴാണ് പ്രതി ഗോവിന്ദസ്വാമി ജീവപര്യന്തം തടവിന് ശിക്ഷപ്പെട്ട് ജയിലിലായത്. പക്ഷേ അതിനിടെ ഇപ്പോൾ ജയിൽ ചാടി എന്ന വാർത്ത പുറത്തുവരികയാണ്. എങ്ങനെയാണ് ഇത് സാധ്യമായത്? അത്രത്തോളം സുരക്ഷാ വീഴ്ച ജയിലിലുണ്ടായിരിക്കുന്നെന്ന് കൂടി ഇതിൽ നിന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. സൗമ്യ വധക്കേസ് പ്രതി ജയിൽ ചാടി എന്ന വാർത്തയാണ് വരുന്നത്. തൃശൂർ അതിവേഗ കോടതിയിൽ നടന്ന കേസിന്റെ വിചാരണയിലൊക്കെ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന 15 കുറ്റങ്ങൾ, അതിൽ കൊലപാതകം, അതുപോലെ തന്നെ ബലാത്സംഗം, മോഷണം തുടങ്ങിയവയൊക്കെ സംശയാതീതമായി തന്നെ തെളിയിക്കുകയും ചെയ്തിരുന്നു. പ്രതി ജീവിച്ചിരിക്കുന്നതൊക്കെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വലിയ ഭീഷണിയാണ് എന്നൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതിന് പിന്നാലെയായിരുന്നു കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടതിന് പിന്നാലെ ഗോവിന്ദസ്വാമിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. കേരളത്തെ ഏറെ ഞെട്ടിച്ച ആശങ്കാകുലമാക്കിയ ഒരു കൊലക്കേസ് തന്നെയായിരുന്നു സൗമ്യ കൊലക്കേസ്. 2011 ഫെബ്രുവരി 1-നായിരുന്നു എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന തീവണ്ടിയിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെട്ടത്. ട്രെയിനുകളിലൊക്കെ ഭിക്ഷാടനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിയായിരുന്നു ഗോവിന്ദസ്വാമി. ഒരു കയ്യേ ഉണ്ടായിരുന്നുള്ളൂ ഗോവിന്ദസ്വാമിക്ക്. ഗോവിന്ദസ്വാമിയാണ് ട്രെയിനിൽ നിന്ന് സൗമ്യ പുറത്തേക്ക് തള്ളിയിടുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തത്. ആക്രമണത്തിൽ അതീവ ഗുരുതരമായി തന്നെ സൗമ്യക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 6-നാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സൗമ്യ മരണമടഞ്ഞത്. അതിന് പിന്നാലെ തന്നെ ഗോവിന്ദസ്വാമി പിടിയിലാവുകയും കോടതിയിൽ വിചാരണയ്ക്ക് ശേഷം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയുമാണ് ചെയ്തത്. അതിന് പിന്നാലെ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ഗോവിന്ദസ്വാമി ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ജയിൽ ചാടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? എത്രത്തോളം വലിയ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്? അതിലെന്താണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം എന്നതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലക്കേസും പീഡനക്കേസുമായിരുന്നു സൗമ്യ കൊലക്കേസ്. ട്രെയിൻ യാത്രക്കിടെ ബലാത്സംഗത്തിനിരയാവുകയും ഏതാണ്ട് 5 ദിവസത്തോളമാണ് സൗമ്യ മരണത്തോട് മല്ലടിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞത്. അതിന് പിന്നാലെ തന്നെ മരണത്തോട് കീഴടങ്ങുകയായിരുന്നു സൗമ്യ ചെയ്തത്. ഏതാണ്ട് കൊലപാതകം നടന്ന് 10 വർഷം കഴിയുമ്പോഴായിരുന്നു പ്രതി ഗോവിന്ദസ്വാമി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടത്. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗോവിന്ദസ്വാമി കഴിഞ്ഞു വന്നിരുന്നത്. അതിന് പിന്നാലെ തന്നെ അവിടെ നിന്നുള്ള ഗോവിന്ദസ്വാമിയുടെ ചിത്രങ്ങളൊക്കെ പലപ്പോഴായി ശ്രദ്ധ നേടുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. 2011 ഫെബ്രുവരി 1-നാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു സൗമ്യ ആക്രമിക്കപ്പെട്ടത്. തമിഴ്നാട് സ്വദേശിയാണ് ഗോവിന്ദസ്വാമി. ഗോവിന്ദസ്വാമി എന്ന ഏക പ്രതി മാത്രമാണ് കേസിൽ ഉണ്ടായിരുന്നത്. ഗോവിന്ദസ്വാമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും അതിന് പിന്നാലെ തന്നെ അതിക്രൂരമായി ആക്രമിക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. അതിന് പിന്നാലെ തന്നെ അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ സൗമ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. തൃശൂർ അതിവേഗ കോടതിയിലായിരുന്നു വിചാരണയൊക്കെ നടന്നത്. വിചാരണയ്ക്കൊടുവിലാണ് ഗോവിന്ദസ്വാമിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊക്കെ അവിടെ വെച്ച് തെളിഞ്ഞത്. കൊലപാതകം, ബലാത്സംഗം, മോഷണം തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്നത്. അതെല്ലാം തന്നെ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തിരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഗോവിന്ദസ്വാമിക്ക് കോടതി വിധിച്ചിരുന്നത്. കേരള ഹൈക്കോടതിയും തൃശൂർ അതിവേഗ കോടതിയുടെ വിധി നൽകാനായി ചേരുകയാണ്. സുനിൽ, എപ്പോഴാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത്? ഇത് ഇന്ന് പുലർച്ചെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്നാണ് വിവരം കിട്ടുന്നത്. അതായത് നമുക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കിട്ടുന്ന വിവരം ഇതാണ്. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ശിക്ഷാ തടവുകാരനായ C46 നമ്പറിലുള്ള ഗോവിന്ദസ്വാമി എന്നയാൾ ഇന്നേ ദിവസം 25/7/2015
ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ജയിൽ അധികൃതർ നൽകിയിട്ടുള്ള ഒരു വിവരമാണുള്ളത്. ഇത് സൗമ്യ വധക്കേസിലെ ഗോവിന്ദസ്വാമിയാണോ എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. നമ്മളിപ്പോഴും ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പൂർണ്ണമായി പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ന് പുലർച്ചെ 7 മണിയോടുകൂടിയാണ് പോലീസിന്റെ ഗ്രൂപ്പുകളിലും മറ്റും ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ജയിൽ ചാട്ടം ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. ഒറ്റക്കയ്യനായ ഒരു ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വിവരമാണ് പോലീസിന് ഔദ്യോഗികമായി ജയിൽ അധികൃതർ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജയിൽ അധികൃതർ ഒരു പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. എന്തായാലും പോലീസ് പക്ഷേ വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലും പഴയ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അടക്കം പോലീസിന്റെ വലിയ ടീം ഇറങ്ങി ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെ 7:10 ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 7:10 പോലീസിന് ഈ വിവരം ജയിൽ അധികൃതർ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പുലർച്ചെ എപ്പോഴെങ്കിലും ആയിരിക്കണം ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദസ്വാമിയെ ജയിലിൽ കാണാനില്ല എന്ന വിവരം അറിയുന്നത്. പിന്നാലെ തന്നെ വ്യാപകമായ പരിശോധന, വ്യാപകമായ തെരച്ചിൽ ജയിലിനുള്ളിൽ തന്നെ നടത്തി. ജയിൽ കോമ്പൗണ്ടിലും അതുപോലെ തന്നെ പ്രദേശങ്ങളിലും ഒക്കെ പരിശോധന നടത്തി. പക്ഷെ ആ പരിശോധനയിൽ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൊട്ട് പിന്നാലെയാണ് പോലീസിൽ വിവരം അറിയിച്ചിരിക്കുന്നത്. പോലീസിൽ വിവരം അറിയിച്ചതിന് പിന്നാലെ വ്യാപകമായ പരിശോധന പോലീസ് ഇപ്പോൾ പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമായും 2 ബസ് സ്റ്റാൻഡുകൾ, പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡും ഒപ്പം റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയിൽ നിന്ന് ഒരു കൊടും കുറ്റവാളി ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നു എന്നതാണ്. അത് അതീവ ഗുരുതരമായ വിഷയമാണ്, അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ 7 മണിയോടുകൂടി ജയിൽ ചാടി എന്നാണോ, അതോ ജയിൽ ചാടിയത് ജയിൽ അധികൃതർ അറിഞ്ഞത് 7 മണിയോടുകൂടി എന്നാണോ? അതായത് നമുക്കിപ്പോ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം മാത്രമാണ് നമുക്കിപ്പോ പങ്കുവെക്കാൻ കഴിയുന്നത്. ജയിൽ അധികൃതർ ഇത് സംബന്ധിച്ച ഒരു വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നത് രാവിലെ 7:10 അതായത് ഒരുപക്ഷെ നേരത്തെ തന്നെ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ടുണ്ടാവാം. അത് ജയിൽ അധികൃതർ അറിയുന്നത് ഇന്ന് പുലർച്ചയോടുകൂടി ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ജയിൽ അധികൃതർ പ്രാഥമികമായ പരിശോധന ജയിലിൽ നടത്തിയിട്ടുണ്ടാവും. കാരണം സെല്ലിൽ ഗോവിന്ദസ്വാമിയെ കാണാതാവുന്നതോടുകൂടി സ്വാഭാവികമായി നടത്തുന്ന പരിശോധന ജയിൽ കോമ്പൗണ്ടിനുള്ളിലും മറ്റ് പരിസരങ്ങളിലും ഒക്കെ ആയിരിക്കും. ആ പരിശോധന പൂർത്തിയാക്കുകയും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നറിഞ്ഞതിന് പിന്നാലെയായിരിക്കാം ഒരുപക്ഷെ പോലീസിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടാവുക. പോലീസിന് ലഭിച്ച വിവരം മാത്രമാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. മാത്രമല്ല ജയിൽ അധികൃതർ ഇത് സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദസ്വാമിയാണ് എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം ജയിൽ അധികൃതർ നൽകുന്ന 2 വരി മാത്രമാണ്. അതായത് ജയിൽ ചാടിയിരിക്കുന്നു എന്ന വിവരം മാത്രമാണ് ജയിൽ അധികൃതർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെയാണ് 4 വരി വിവരങ്ങൾ മാത്രമാണ് ജയിൽ അധികൃതർ ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനായ C46 നമ്പർ തടവുകാരൻ ഗോവിന്ദസ്വാമി ഇന്നേ ദിവസം ജയിൽ ചാടി രക്ഷപ്പെട്ടിട്ടുള്ളതാണ്. ടിയാനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും, ഈ ഫോട്ടോ പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇത് സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദസ്വാമി തന്നെയാണ് എന്ന്. പക്ഷേ ജയിൽ അധികൃതർ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായും സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദസ്വാമിയുടെ പഴയ ചിത്രമാണ് ഇപ്പോൾ ഇതിനൊപ്പം ചേർത്തിരിക്കുന്നതെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനും കഴിയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു കൊടും കുറ്റവാളിയായ ഗോവിന്ദസ്വാമി വധശിക്ഷയ്ക്ക് വിധിച്ച പിന്നീട് സുപ്രീം കോടതി റദ്ദ് ചെയ്തു, അത് ശരിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കോടതികൾ ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കുകയും അതിനുശേഷം പിന്നീട് സുപ്രീം കോടതി റദ്ദ് ചെയ്തെങ്കിൽ കൂടിയും അത്രമേൽ വലിയൊരു കൊടും ക്രിമിനലാണ്, കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ അലംഭാവം, വലിയ ജാഗ്രത കുറവ് കണ്ണൂർ സെൻട്രൽ ജയിൽ തീർച്ചയായും